ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ കറി തയ്യാറാക്കിയാലോ. യൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെമ്മീൻ കറി നല്ല അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ, ഈ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ പലതരത്തിലും ചെമ്മീൻ കറി വയ്ക്കാറുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. ഇതിനകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. നല്ല തിക്ക് ഗ്രേവിയാണ്. വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒന്നുകൂടെ ഇത്തിരി കുറുക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനതിനൊരു ഒരു 400 ഗ്രാം ചെമ്മീൻ കാണും. അത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട്, ചെമ്മീന് അധികം ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. അത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ വെളിയിലും വയ്ക്കാം. 1 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ആ എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ എന്താണെങ്കിലും എണ്ണയിൽ വറുക്കാനിടാവുള്ളൂ, അല്ലെങ്കിൽ അത് എണ്ണ കുടിക്കും. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെളുത്തുള്ളി ഇട്ട് നോക്കിയതാണ്. ഇനി നമുക്ക് നന്നായിട്ടിത് നിരത്തി കൊടുക്കാം. നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ, വലിയ വട്ടമുള്ള പാത്രമാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ വറുക്കുമ്പോൾ ഒത്തിരി സമയമായിട്ട് വേവിക്കരുത്. ഒത്തിരി സമയം വെന്ത് കഴിഞ്ഞാൽ ചെമ്മീന് ബലം വെച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ഒരു 5-6 മിനിറ്റ് മതി. പിന്നെ ചെമ്മീനകത്ത് വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ വെള്ളം വറ്റുന്ന സമയം മതി. അപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം അപ്പോൾ റെഡിയാവും. അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് കണ്ടോ, ഇപ്പം നോക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ തിളയൊക്കെ നിന്ന്, ആ എണ്ണയുടെ തിള നിന്ന് പോയത് കണ്ടോ. കാരണം ആ വെള്ളം ഇപ്പോൾ വെള്ളം മുഴുവൻ ഇറങ്ങി വന്നിട്ട് കണ്ടോ, ഒത്തിരി വെള്ളമായിട്ടുണ്ട്. ഇനി ആ വെള്ളം ഞാൻ പറഞ്ഞില്ല, ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കോരി മാറ്റാം കേട്ടോ. കോരി മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ കറി തയ്യാറാക്കാം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെയായാലും മതി. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ മുളകൊന്നും കരിഞ്ഞു പോകാതെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. ഇനി ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ എന്തായാലും എണ്ണയിൽ കുറച്ച് മുളക് പൊടി മിക്സ് ആവുമല്ലോ. അപ്പം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഈ ഫ്രൈ ചെയ്ത ചെമ്മീനൊന്ന് കോരി മാറ്റാം ഒരു പ്ലേറ്റിലേക്ക്. അതിപ്പോൾ നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്, ഒത്തിരി മൂത്ത് പോയിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം കോരി മാറ്റി. ഇനി നമുക്ക് ഇതിനൽപ്പം കടുക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ പൊട്ടിക്കോട്ടെ. ഇനി ഞാൻ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ, സവാളയല്ല, ചുവന്നുള്ളി ഒരു 20-25 നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചുവന്നുള്ളി ഒരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ഒരു ഒരു റെഡ് കളർ ആയി വരണം കേട്ടോ. ചുവന്നുള്ളി ഒരു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുളക് പൊടി ഇത്തിരി കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അന്നേരം മാരിനേറ്റ് ചെയ്ത മുളക് പൊടി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ആയി കഴിയുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നതൊക്കെ തീർന്നിരിക്കുകയാണ്. അത് ഞാൻ ആ 1 സ്പൂണേ ഉള്ളൂ, അതങ്ങ് ചേർത്ത് കൊടുത്തു. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ്ടേ, അതിന് വേണ്ടി നല്ല ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഇത്തിരി കൂടെ മുളക് പൊടി ചേർക്കാനുണ്ട്. ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അതും ഒരു 1/2 സ്പൂണോ അതിൻ്റെ അറിയാമല്ലോ, നമുക്ക് മസാലയുടെ ഒരളവ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി 2 തക്കാളി ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. അപ്പം ഒരല്പം ഉപ്പും കൂടി തക്കാളിയിൽ നിന്ന് വേഗം സോഫ്റ്റായി കിട്ടും കേട്ടോ. ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കൊരു എന്താ പറയുക, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ ഇത് അടുത്ത പ്രാവശ്യം ചെമ്മീൻ കറി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കണേ. ഇപ്പം ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കറിവേപ്പില എന്താ പറയുക, അത്ര ഫ്രഷ് കറിവേപ്പില അല്ല അത്. ഇപ്പോൾ ദാ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ തിളച്ച വെള്ളം നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഗ്രേവിയുടെ ആവശ്യം അനുസരിച്ച് ഒഴിക്കുക. ഒരു കപ്പ് ഒഴിച്ചാൽ മതിയാവും. ഇനി ഈ വെള്ളം ഒന്നും കൂടെ ഇതുമായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇതാ നല്ല എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ആ എണ്ണയിലൊന്ന് കിടന്ന് ഒന്ന് ആയാൽ മതി. ഇനി കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ തിളച്ച വെള്ളം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കുറുകി ഇരിക്കുന്നതാണ്, കാരണം ആ ചെമ്മീനിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നല്ല മല്ലിയിലയും കൂടെ വെതിരിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാം. കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പം ഏതിൻ്റെ കൂടെയും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.